വർദ്ധിച്ചുവരുന്ന ശിശുമരണങ്ങളുടെ പശ്ചാത്തലത്തിൽ അട്ടപ്പാടിക്കായി സമഗ്ര പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതിനുശേഷം ആദ്യമായി അട്ടപ്പാടിയിലെത്തിയ രമേശ് ചെന്നിത്തല കേന്ദ്രം അനുമതി നിഷേധിച്ച അട്ടപ്പാടി ഡാം ഇറിഗേഷൻ വാലി പദ്ധതി പ്രദേശവും സന്ദർശിച്ചു. രാവിലെ 10 മണിയോടെ അട്ടപ്പാടിയിലെത്തിയ പ്രതിപക്ഷ നേതാവിന് മുക്കാലിയിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണമൊരുക്കിയിരുന്നു. കൊട്ടിയൂർക്കുന്നൂരിൽ മരിച്ച 10 മാസം പ്രായമുള്ള ശക്തിയുടെ വീട്ടിലെത്തിയ രമേശ് ചെന്നിത്തല മാതാപിതാക്കളായ ബിജുവിനെയും സുനിതയെയും നേരിൽ കണ്ട പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. തുടർന്ന് ശിശുമരണങ്ങൾ നടന്ന വിവിധ ഊരുകൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട രമേശ് ചെന്നിത്തല സർക്കാരിന്റെ അലംഭാവം മൂലമാണ് അട്ടപ്പാടിയിൽ ശിശുമരണങ്ങൾ നടക്കുന്നതെന്ന് ആരോപിച്ചു. അട്ടപ്പാടിക്കായി സമഗ്ര പാക്കേജ് ആവശ്യമാണ്. എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, അട്ടപ്പാടിക്ക് വേണ്ടി ഒരു സമഗ്ര പാക്കേജ് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കണം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കാൻ വേണ്ടി എല്ലാ വകുപ്പുകളുടെയും ഏകോപനം ഉൾപ്പെടെയുള്ളത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാകണം. കേന്ദ്രം പാരിസ്ഥിതികാനുമതി നിഷേധിച്ച അട്ടപ്പാടി ഡാം ഇറിഗേഷൻ വാലി പദ്ധതി പ്രദേശത്തേക്കും പ്രതിപക്ഷ നേതാവ് എത്തി. തമിഴ്നാടിന്റെ തെറ്റിദ്ധാരണ മാറ്റി ഡാമിന് അനുമതി ലഭ്യമാക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാവേരി ട്രിബ്യൂണൽ നമുക്ക് നൽകിയിട്ടുള്ള 6.47 മെട്രിക് TMC വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറണം. അത് കേരള സംസ്ഥാനത്തോടുള്ള നീതിയായിരിക്കും. അതിന് തമിഴ്നാട് ഗവൺമെന്റ് സഹകരിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. മുൻ മന്ത്രി AP അനിൽകുമാറും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം അട്ടപ്പാടിയിലെത്തിയിരുന്നു. റിപ്പോർട്ടർ, പാലക്കാട്.